ഇനി നമുക്ക് വാനപ്രസ്ഥാശ്രമത്തിലെ ധർമ്മത്തെക്കുറിച്ചിട്ടാണ് ചിന്തിക്കുവാനായിട്ട് ഉള്ളത്. ഇവിടെ ഞാനിവിടെ ഈ പറയാൻ പോകുന്നത് നമ്മുടെ ഈ വാനപ്രസ്ഥാശ്രമ ജീവിത രീതി, അതിലെ ധർമ്മത്തെക്കുറിച്ച് ആ സന്യാസ ദീക്ഷ സ്വീകരിച്ച 10-15 വർഷങ്ങൾക്ക് മുൻപേ ഗുരുകുലത്തിലുണ്ടായിരുന്നപ്പോൾ അവിടുത്തെ മാസികയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ലേഖനത്തിലെ ഭാഗങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ ഓർക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഈ വർണ്ണാശ്രമ ധർമ്മത്തെ ഒന്ന് വളരെ ആഴത്തിൽ പരിശോധിച്ച് അറിയുവാൻ സാധിച്ചാൽ, കാരണം അതിനെയാണ് നമുക്ക് പോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ആ ഒരു അറിവ് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഭാഗവത ധ്യാനത്തിൽ അല്ലെങ്കിൽ ശ്രീമദ് ഭാഗവതത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടോ എന്നുള്ളൊരു ആശങ്കയൊന്നും നമുക്ക് ആവശ്യമില്ല. കാരണം നമ്മുടേതായിരിക്കുന്ന വൈദിക സംസ്കാരം അല്ലെങ്കിൽ ആർഷ സംസ്കാരം, സനാതന ധർമ്മത്തിലെ ആ ഈശ്വരീയ മാർഗത്തെ അല്ലെങ്കിൽ ആത്മീയ മാർഗത്തെ, ആത്മീയ ധർമ്മത്തെ ഉപദേശിക്കലാണ് ഒരു പരമ്പരയുടെ ധർമ്മം, ദൗത്യമായിട്ടിരിക്കുന്നത്. അപ്പം അത് മുജ്ജന്മം, അതുപോലെ ജന്മം, പുനർജന്മം മുതലായിരിക്കുന്ന, അതുപോലെ മോക്ഷം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ച് അപ്പൊ ഇഹപര ലോകങ്ങളിൽ സൗഖ്യമുണ്ടാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആചാരങ്ങളാണ് നമ്മുടെ സനാതന ധർമ്മത്തിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് എന്താണ് ആ വാനപ്രസ്ഥാശ്രമത്തിന്റെ ഒരു താല്പര്യമെന്ന് നമുക്ക് ഈ അവസരത്തിൽ ഒന്ന് ചിന്തിക്കാം. വിഷയത്തിൽ വൈരാഗ്യത്തെ വളർത്തുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് വാനപ്രസ്ഥാശ്രമത്തെയും ഉപദേശിച്ചിരിക്കുന്നത്, നിർദ്ദേശിച്ചിരിക്കുന്നത്. വാനപ്രസ്ഥാശ്രമത്തിലെ ഉപാസനയും അതുപോലെ പഞ്ചയജ്ഞങ്ങളും 6 കർമ്മങ്ങളും ഇതാണ് വാനപ്രസ്ഥാശ്രമത്തിലെയും ആചാരമായിട്ട് പറയുന്നത്. അവിടെ ഈശ്വരോപാസനയിൽ കൂടി വൈരാഗ്യം വളർത്തി ഈശ്വരനിൽ ഭക്തി ദൃഢമാക്കി തീർക്കുവാനുള്ള ആശ്രമമാണ് വാനപ്രസ്ഥാശ്രമം. കാരണം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നിന്നും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം നടക്കാത്തത് കൊണ്ട് സാധനയ്ക്കിറങ്ങുന്നതാണ് വാനപ്രസ്ഥാശ്രമത്തിന്റെ ആ ജീവിത രീതിയിലെ പ്രധാന ഘടകമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇപ്പോഴത്തെ വാനപ്രസ്ഥം വാസ്തവത്തിൽ എന്താണ്, വീട്ടിൽ നിന്നും ശല്യം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് വൃദ്ധസദനങ്ങളിലേക്ക് നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടുവിടുന്ന ഒരു രംഗമാണത്രേ പലയിടത്തും കണ്ടുവരുന്നത്. അതെന്തായാലും വേദനാജനകമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അപ്പൊ വാനപ്രസ്ഥാശ്രമത്തിൽ ശരിയായ വൈരാഗ്യം വന്നാൽ വ്യക്തികൾക്ക് സന്യസിക്കാം. ഇല്ലെങ്കിൽ ആ വൃദ്ധാവസ്ഥയിൽ ഈശ്വരനാമത്തോടുകൂടി തനിക്കുള്ള ചിത കൂട്ടി അവിടെ സ്വയമേവം ചാടണമെന്നാണ് പണ്ട് പറഞ്ഞിരിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ അത് വിലപ്പോവുകയില്ല. അപ്പൊ ഇവിടെ ജീവിതാവസാനം വരെയും ആ ഈശ്വര സ്മരണയിൽ തുടരുക എന്നുള്ളൊരു താല്പര്യം നമ്മൾ അംഗീകരിക്കുക. പിന്നെ വാനപ്രസ്ഥ ആശ്രമത്തില് പ്രധാനമായിട്ട് വരുന്നത് ഉപാസനയാണ്. ഈ ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകൾ കൊണ്ടോ, അതുപോലെ കർമ്മങ്ങളെ കൊണ്ടോ, അതുപോലെ വാക്കുകളെ കൊണ്ടോ മാത്രമല്ലാതെ നമ്മുടെ മർത്യശരീരത്തിലെ ഓരോ മാംസപേശികളും, അതുപോലെ അസ്ഥികളും, ഓരോ സിരാകേന്ദ്രങ്ങളും, അതുപോലെ നമ്മുടെ സിരകളും രോമകൂപങ്ങളും എല്ലാം ആ പരിശുദ്ധമാകുന്ന പ്രേമം ഒന്നുകൊണ്ട് മാത്രം സ്പന്ദിക്കുവാൻ തുടങ്ങുന്ന ആ അവസ്ഥ ഉറയ്ക്കുമ്പോഴാണ് ഉപാസന എന്ന സത്യം വാസ്തവത്തിൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. അപ്പൊ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നമ്മുടെ
ഋഷിജനങ്ങള് എന്നുവെച്ചാൽ നമുക്ക് അറിവ് പകർന്നു തന്നുകൊണ്ടിരിക്കുന്ന ഗുരുജനങ്ങള് നമുക്ക് 2 തരത്തിലുള്ള ഉപാസനാ മാർഗങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നോക്കൂ, ഉപാസന ബ്രഹ്മചാരിക്കും ഗൃഹസ്ഥനും വാനപ്രസ്ഥനും സന്യാസിക്കും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഇവിടെ നമ്മൾ വാനപ്രസ്ഥാശ്രമ ധർമ്മത്തിൽ നിന്നൊന്ന് അതിനൊന്ന് വ്യക്തമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ വാനപ്രസ്ഥാശ്രമിക്ക് മാത്രമാണ് ഉപാസന എന്നുള്ളൊരു തെറ്റായ അർത്ഥത്തിനൊന്നും നമ്മളിവിടെ എടുക്കരുത്. കാരണം നമ്മുടെ ബ്രഹ്മചര്യാശ്രമത്തിൽ പരവൈരാഗ്യം ഉറയ്ക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കേണ്ടി വരുന്നത്. ആ ഗൃഹസ്ഥാശ്രമത്തിലും പരവൈരാഗ്യം ദൃഢമാകാത്തത് കൊണ്ടാണ് നമുക്ക് വാനപ്രസ്ഥാശ്രമത്തെ സ്വീകരിക്കേണ്ടി വരുന്നത്. അപ്പോൾ വനത്തിൽ എന്ന് വെച്ചാൽ ഏകാന്തത്തിൽ ഒറ്റയ്ക്കിരുന്ന് ആത്മീയമായ സാധന അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാന താല്പര്യമായിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ പ്രതീകോപാസന എന്നും ആത്മോപാസന എന്നും പ്രധാനമായിട്ട് ഉപാസന 2 രീതിയിലാണുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് എന്താണ് പ്രതീകോപാസന എന്നൊന്ന് ചെറുതായിട്ട് ചിന്തിക്കാം. അതായത് ഈ പ്രതീകോപാസനയെ തന്നെയാണ് വിഗ്രഹോപാസനയെന്നും സഗുണോപാസനയെന്നും ഒക്കെ പറയുന്നത്. ആത്മോപാസനയെ നമ്മൾ നിർഗുണോപാസന എന്നും പറയാണ് ചെയ്തു വരുന്നത്. അപ്പോ നിർഗുണ നിരാകാരാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ സ്വയം ബോധിക്കുന്നത് പ്രതീകോപാസനയിലൂടെയാണ്. അതുകൊണ്ട് ആ പ്രതീകോപാസനയെ നമുക്ക് ജീവിതത്തിന്റെ ഒരു പടിയിലും അവഗണിക്കുവാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല ഉള്ളത്. ഇവിടെ പ്രതീകോപാസനയിൽ നമ്മൾ ഇഷ്ടമുള്ളൊരു ബാഹ്യ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ കണ്ടെത്തുകയാണ്, ഒരു പ്രതീകം കണ്ടെത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മളതിൽ നമ്മുടെ ത്രിപുരാശക്തി ആ ഉപാസന പദ്ധതി പൂജാ പദ്ധതിയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഏതെങ്കിലും സഹസ്രനാമ മന്ത്രങ്ങളിൽ പറയുന്നത് പോലെ ആ നാമമന്ത്രങ്ങളിൽ അന്തർഭവിച്ചിരിക്കുന്ന ഗുണങ്ങളെ നമ്മുടെ ഇഷ്ടദേവതയിൽ ഭാവന ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന പ്രതീകത്തെ പ്രതിമ എന്ന തരത്തിലുള്ള അതിന്റെ ഭൗതിക ധർമ്മങ്ങളെ അപ്പാടെ അവഗണിക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ത്രിപുരാശക്തിയുടെ ഇത് കൃഷ്ണന്റെ ഒക്കെ പ്രതീകം രൂപമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ ചിത്രത്തെ എങ്ങോട്ട് വിട്ട് ആ ചിത്രത്തിലൂടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചൈതന്യത്തെ, ആ ഈശ്വരീയമായിരിക്കുന്ന അതിന്റെ ഗുണവിശേഷത്തെ മാത്രമാണ് ഭാവന ചെയ്ത് ഉറപ്പിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അതാണ് നമ്മൾ ആദ്യമായിട്ട് ഉപാസനയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. കാരണം അതിൽ ബ്രഹ്മത്തെ സങ്കല്പിച്ച് ഉപാസിക്കുമ്പോഴാണ് പ്രതീകോപാസന പൂർണ്ണമാകുന്നത്. ഇപ്പൊ നമ്മൾ ഈ കണ്ട നാമരൂപങ്ങളായിനെ അതിലൂടെയും പ്രകാശിക്കുന്ന ബ്രഹ്മചൈതന്യം, അതിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അങ്ങനെ അപ്പോ ഇഷ്ടദേവതാ വിഗ്രഹത്തില് നമ്മൾ ബ്രഹ്മത്തെ ദർശിക്കുമ്പോൾ അത് അന്ധനാനയെ കുറിച്ച് പറയുന്നത് പോലെയാകും. വിഗ്രഹത്തിൽ മാത്രം, ക്ഷേത്രത്തിൽ മാത്രം, മഹജ്ജനങ്ങളിൽ മാത്രം, ആളുകളിൽ മാത്രം നമ്മൾ ബ്രഹ്മത്തെ ചൈതന്യത്തെ കാണുമ്പോൾ വാസ്തവത്തിൽ എന്താണ്, നമ്മൾ അന്ധന്മാര് ആനയെ തപ്പിയിട്ട് പറഞ്ഞതുപോലെ ആയിരിക്കും. തപ്പി നോക്കിയവര് ആന കാല് പോലെയാണെന്നും തൂണ് പോലെയാണെന്നും ചൂല് പോലെയാണെന്നും അതുപോലെ മുറം പോലെയാണെന്നും ഒക്കെ പല രീതിയിൽ അവർക്ക് അവരുടെ ഭാവനയിൽ ഉറച്ച രീതിയിൽ ഓരോരോ ഭാഗം തപ്പിയവര് അവർക്ക് അറിയാവുന്ന രീതിയിലാണ് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇവിടെ നമ്മള് പ്രതീകത്തിലൂടെ തുടങ്ങി ആ പ്രതീകത്തിലെ ചൈതന്യത്തെ സർവത്തിലും ദർശിക്കുന്ന രീതിയിൽ നമ്മൾ മനഃപക്വതയിലേക്ക് ഉയരുമ്പോഴാണ് വാസ്തവത്തില് പ്രതീകോപാസന അതിന്റെ പരിപൂർണ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത്. വിഗ്രഹത്തിലെ ബ്രഹ്മത്തെ കാണുകയും ബ്രഹ്മത്തിൽ പ്രതിമയെ കാണരുതുമെന്നാണ് ഋഷിപ്രോക്തം. നമ്മള് ശിലയെ നമ്മൾ ദൈവമായിട്ട് പൂജിക്കുകയാണ്. അപ്പോ ശിലയെ കാണുന്നവൻ അവനെ അധമനായിട്ടാണ് ശാസ്ത്രങ്ങളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അതാണ് കല്ലിനെ നമുക്ക് ദൈവമാക്കാം, ദൈവത്തെ കല്ലാക്കരുത് എന്നാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ
വിഗ്രഹത്തിലൂടെ, അതായത് പ്രതീകത്തിലൂടെ പ്രകാശിക്കുന്ന ആ ചൈതന്യത്തെ നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കണം. ഇപ്പോ നമ്മൾ LKG അല്ലെങ്കിൽ 1ാം ക്ലാസ് 10ാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ വലിയ PhD വിഷയങ്ങളെ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അവർക്ക് ശബ്ദം കേൾക്കാം, പക്ഷെ ശബ്ദത്തിന്റെ അർത്ഥത്തെ മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്ന പോലെ തുടക്കക്കാര് എന്താണ്, ക്ഷേത്രത്തില് അല്ലെങ്കിൽ ഗുരുജനങ്ങളില് അല്ലെങ്കിൽ ചിത്രങ്ങളില് വിഗ്രഹങ്ങളില് പ്രതീകങ്ങളിൽ മാത്രം ഈശ്വരനെ കണ്ട് ഉപാസന ആരംഭിക്കുകയാണ്. പക്ഷെ അവരിവിടെ നമ്മളെ ബിരുദം അതൊക്കെ പൂർത്തീകരിക്കുമ്പോൾ അതിന്റെ അറിവ് പൂർണ്ണമാകുന്നത് പോലെ എന്താണ്, ആ ദൈവത്തെ, ഈശ്വര ചൈതന്യത്തെ സർവത്തിലും നമുക്ക് ദർശിക്കാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ഉപാസന പദ്ധതി പൂർണ്ണമാകുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളിവിടെ അറിയണം. ഏത് കർമ്മവും ഈശ്വരാർച്ചനയായിട്ട് നമ്മൾ കാണുകയും ചെയ്യുകയും ചെയ്യണം. സർവത്തിലും ഈശ്വര ശക്തിയാണ്. അതിനാൽ എല്ലാം ഈശ്വര സ്വരൂപമായിട്ട് തന്നെ കാണുവാൻ നമുക്ക് സാധിക്കണം. കാലക്രമത്തിലെങ്കിലും അങ്ങനെ അറിയുവാൻ കഴിയണം, അല്ലെങ്കിൽ കഴിയും. അല്ലെങ്കിൽ നമ്മൾ എത്രയ്ക്ക് എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം നിഷ്പ്രയോജനമായിട്ട് തീരാം. ഈശ്വരോപാസന അറിഞ്ഞു ചെയ്താലും അല്ലാതെ ചെയ്താലും അതിന് അതിൻ്റെതായിരിക്കുന്ന പ്രയോജനമുണ്ട്. എന്നാൽ വിചാരിക്കുന്നതായ പ്രയോജനം ലഭിക്കുന്നില്ല എന്ന തോന്നലിൽ നിന്നുമാണ് നിഷ്പ്രയോജനമാണ് എന്ന ചിന്തയുണ്ടാകുന്നത്. ആവർത്തന വിരസത വരാതിരിക്കാൻ ചെയ്യുന്നത് യാന്ത്രികമായിട്ട് ചെയ്യാതിരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സർവേശ്വര ദർശനത്തെ സർവത്തിലും ദർശിക്കണം. എല്ലാവരും ഈശ്വരനെ കണ്ടുകൊണ്ട് ഉപാസിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരികയില്ല. സർവരെയും ശത്രുമിത്ര ഭേദം നോക്കാതെ എല്ലാവരെയും നമ്മൾ ഈശ്വര ചൈതന്യമായിട്ട്, ആ പ്രകാശിക്കുന്ന ചൈതന്യമായിട്ട് കാണുകയാണെങ്കിൽ ഇവിടെ ഏതെങ്കിലും കലഹം ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ ഈ ചതുരംഗ കളിയിൽ എന്താ ചെയ്തു വരുന്നത്, ഓരോ മരക്കഷ്ണങ്ങളെയും എന്തെല്ലാമായിട്ടാണ് സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആ മരക്കഷ്ണ കട്ടകള് രാജാവായിട്ടും കുതിരയായിട്ടും ആനയായിട്ടും രഥമായിട്ടും അതുപോലെ കാലാളായിട്ടും ഒക്കെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ മരക്കഷ്ണങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, രാജാവ് കാലാള് തുടങ്ങിയിരിക്കുന്ന ആ ശക്തിയുടെ ഗുണങ്ങളെ അങ്ങോട്ട് ആരോപിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആരോപിക്കുന്നത് കൊണ്ട് എന്താണ്, മരക്കഷ്ണങ്ങളിലെ രാജാവും മറ്റുമായിട്ടെല്ലാം നമ്മൾ പറയുകയും കാണുകയും അറിയുകയും ചെയ്യാം. അതുപോലെ തന്നെയാണ് ഈശ്വരോപാസനയിലും സംഭവിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിപ്പിക്കേണ്ടത്. ഈ ലോകപദാർത്ഥങ്ങളിലെല്ലാം ഈശ്വര ശക്തിയെ കാണാൻ നമുക്ക് സാധിക്കണം. അതിന് ലോകപദാർത്ഥങ്ങളിലെ വിഷയചിന്തയെ കളയുവാൻ കഴിയണം. മരക്കഷ്ണ ചിന്ത വിട്ടിട്ട് ശക്തി വിശേഷങ്ങളായിട്ട് ചതുരംഗ കട്ടകളെ കാണുന്നത് പോലെ, അതിലെ കരുക്കളെ കാണുന്ന പോലെ ലോകപദാർത്ഥങ്ങളിലെ സുഖചിന്തയെ നമ്മൾ കളയണം. വ്യത്യസ്ത പദാർത്ഥങ്ങളായിട്ട് കാണുന്ന പദാർത്ഥബോധത്തെ ഉപേക്ഷിക്കണം. ലോകപദാർത്ഥങ്ങൾ സുഖിപ്പിക്കുമെന്ന വ്യാമോഹത്തെ നമ്മളെ ത്യജിക്കണം. മറിച്ച് അവയിലെല്ലാം ഈശ്വര ശക്തിയെ ആരോപിക്കണം. സർവത്തിലും ഈശ്വര ചൈതന്യത്തെ ദർശിക്കണം. കാണുന്നതിലും അതുപോലെ തന്നിലും എല്ലാം ഈശ്വര സാന്നിധ്യത്തെ ഭാവന ചെയ്ത് ബോധിക്കണം. ശാശ്വതവും സത്യവുമായത് ഈശ്വരൻ മാത്രം. ഈശ്വര സത്യയെ, ആ സത്യമാകുന്ന ഈശ്വര ബോധത്തെ ഭാവന ചെയ്ത് നമ്മൾ ഉറപ്പിക്കുക തന്നെ വേണം. അങ്ങനെ ശാശ്വതവും സത്യവുമായത് ഈശ്വരൻ മാത്രമാണ്. കാണുന്നവയിലുള്ള മായികവും ഭൗതികവുമായിരിക്കുന്ന ഭ്രമാത്മക ബോധത്തെ നശിപ്പിക്കുന്നതാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിലുള്ള ഉപാസന എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. അറിയാത്തൊരു ഭാഷ നമ്മൾ എഴുതി പഠിക്കുന്നത് പോലെയാണ് ഈ യഥാർത്ഥ ഉപാസനയും. കാരണം ചൊല്ലിത്തരുന്ന ആചാര്യനെയോ അക്ഷരത്തെയോ ഒരു കാരണവശാലും നമ്മളിവിടെ സംശയിക്കാൻ പാടുകയില്ല. കാരണം ആചാര്യനിലും അക്ഷരത്തിലും നമുക്ക് ദൃഢവിശ്വാസം ഉണ്ടാകുന്നത് കൊണ്ടാണ് കാലക്രമത്തിലെ ഭാഷയെ നമുക്ക് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെയാണ് മഹത്തുക്കള്, നമ്മുടെ ഗുരുജനങ്ങള് നമുക്ക് ഓരോരോ മാർഗങ്ങളെ നിർദ്ദേശിച്ച് തന്നിരിക്കുന്നത്. ഭക്തിയോഗം, ജ്ഞാനയോഗം, കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ മാർഗങ്ങളിലൂടെ
സംശയരഹിതമായിട്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി പോകുമ്പോൾ സത്യമായിട്ടും സത്യത്തെ ബോധിക്കുവാൻ സാധിക്കുമെന്നുള്ളതിൽ തർക്കമില്ല. അതിലേക്ക് നയിക്കുന്നതാണ് നമ്മുടെ വർണ്ണാശ്രമധർമ്മങ്ങൾ. അതുതന്നെയാണ് ഉപാസന കൊണ്ട് സാധിക്കുന്നത്. കാരണം വിഗ്രഹത്തെക്കുറിച്ച് എന്താ ശാസ്ത്രങ്ങളിൽ പറയുന്നത്? വിശേഷേണ ഗ്രഹ്യതേ വിഗ്രഹ. കാരണം വിശേഷം കൊണ്ട് അറിയുന്നതാണ് വിഗ്രഹം. ഈശ്വരനെയാണ് വിശേഷം കൊണ്ട്, അതായത് വിഗ്രഹത്തിലൂടെ നമ്മൾ അറിയേണ്ടത്. ബ്രഹ്മദൃഷ്ടിയുടെ മഹത്വം വെളിപ്പെടുത്തുന്നതാണ് വിഗ്രഹം. അതാണ് സർവവ്യാപിയായ ഈശ്വരനെ ചെറിയ ചെറിയ വിഗ്രഹങ്ങളിലൂടെ ഉപാസിക്കാൻ പറയുന്നതിന്റെ താല്പര്യവും. ഇപ്പൊ നമ്മൾ പാറക്കഷണം, അതുപോലെ താളഗ്രാമം, അതുപോലെ പഞ്ചലോഹം, ഇവയെല്ലാം ബ്രഹ്മമാണെന്ന് കൽപ്പിക്കുകയാണ്. അപ്പോൾ മാത്രമാണ് ലോകപദാർത്ഥങ്ങളെല്ലാം ഈശ്വര സാന്നിധ്യത്തിന്റെ പൂർണ്ണബോധമാണെന്ന് നമുക്ക് ബോധിക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് ജഗത് സർവം ഈശ്വരമയം എന്ന ബോധം തെളിയേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ളതാണ് ഉപാസന. വിഗ്രഹമാകുന്ന വിശേഷം കൊണ്ട് നിർവിശേഷമായിരിക്കുന്ന നിർഗുണ നിരാകാര ബ്രഹ്മത്തിലാണ് എന്ന ബോധം നമുക്ക് ലഭിക്കും. അപ്പോഴാണ് നമുക്ക് നിർഗുണോപാസന ചെയ്യുവാൻ ഉള്ള പക്വത, യോഗ്യത ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളിവിടെ നമ്മുടെ ക്ഷേത്രങ്ങളെയോ അതുപോലെ ക്ഷേത്രത്തിലെ സദാചാരങ്ങളെയോ നമ്മളെ നിന്ദിക്കുകയോ അതുപോലെ ചോദ്യം ചെയ്യുകയോ ചെയ്യുന്നത് നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന അവബോധത്തോടു കൂടിയിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ക്ഷേത്ര സംസ്കാരത്തിലൂടെയാണ് പ്രധാനമായിട്ടും നമ്മുടെ ഭാരത സംസ്കാരം മുന്നോട്ട് പോകുന്നത്. അപ്പൊ അവിടെ പ്രത്യേകം വിവേകാനന്ദ സ്വാമികളെ പോലുള്ള മഹാത്മാക്കളൊക്കെ പറഞ്ഞത് there is no knowing of God, there is only being and becoming. അങ്ങനെ ദൈവത്തെ അറിയുക എന്നൊന്നില്ല, ദൈവമായി ദൈവം ആയി തീരലേക്കുള്ളൂ എന്നാ പറയുന്നത്. അത് തന്നെയാണ് നമ്മുടെ മഹത്തുക്കളും അതുപോലെ നമ്മുടെ ഋഷീശ്വരന്മാരും ഗുരുക്കന്മാരും ശ്രുതിയൊക്കെ പറയുന്നത്. ദേവോ ഭൂത്വ ദേവം യജേ, ശിവോ ഭൂത്വ ശിവം യജേ. ശിവനായി തീർന്നിട്ട് വേണം ശിവനെ പൂജിക്കാൻ. അപ്പൊ ഈശ്വരനായിട്ട് തീരുവാനുള്ള ഉപാധിയായിട്ടാണ് നമുക്ക് ക്ഷേത്രത്തെയും അതുപോലെ വിഗ്രഹത്തെയും എല്ലാ പദ്ധതികളെയും ആവിഷ്കരിച്ചതെന്ന യാഥാർത്ഥ്യം നമ്മൾ ഒരിക്കലും മറക്കുവാൻ പാടുകയില്ല. ആയതുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ സംസ്കാരത്തെ അതിനെ ദുരുപയോഗപ്പെടുത്താതെ, കാരണം ആളുകളെ ദുരാചാരത്തിലേക്കും അതുപോലെ മൂഢവിശ്വാസങ്ങളിലേക്കും തള്ളിക്കളയാതെ. കാരണം ഇപ്പൊ പറയല്ലോ, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവന് അരൂപനീശ്വരന ദൃശ്യനായ അതിലെന്താശ്ചര്യം. നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള അച്ഛനമ്മമാരെ അതുപോലെ എന്താ പറയുക സഹോദരി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ അതുപോലെയുള്ള സകല ജീവജാലങ്ങളെയും അവരിൽ നമുക്ക് ഈശ്വരനെ കാണുവാൻ കഴിയാതെ വരുമ്പോഴല്ലേ അദൃശ്യനായിട്ട് അന്യലോകത്തിൽ നിൽക്കുന്ന ഒരു ഈശ്വരനെ നമുക്ക് വാസ്തവത്തിന്റെ ആഴത്തില് ഗവേഷണം ചെയ്ത് അറിയേണ്ടൊക്കെ ആവശ്യത വരുന്നുള്ളൂ. ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? സർവം ജഗത്, അതായത് സർവം ഖല്ലിതമേവാഹം നാനിദസ്തി സനാതനം എന്നാണ്. ഇവിടെ ഈശ്വരനല്ലാതെ ഒന്നുമില്ല. ആയതുകൊണ്ട് എല്ലാം ഈശ്വരമയമായിട്ട് അറിയുവാനുള്ള ഉപാധിയാണ് നമ്മുടെ ഉപാസനാ പദ്ധതി എന്ന് ആരും മറക്കുവാൻ പാടുകയില്ല. ഇനി നമുക്ക് പക്വത വന്നവരെ ആചരിക്കുന്നതായിരിക്കുന്ന ആത്മോപാസനയെ കുറിച്ചിട്ടൊന്ന് വിചാരം ചെയ്യാം. ഇവിടെ ആത്മോപാസനയെ തന്നെയാണ് മാനസപൂജ എന്നും പറയുന്നത്. ആ മാനസപൂജയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ത്രിപുര ശക്തി പൂജ എന്ന് പറയുന്ന പദ്ധതിയെ, ഉപാസന പദ്ധതിയെ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ നമ്മളിതിന് എന്താണ് വിളക്കോ അതുപോലെ പൂജാമുറിയോ ഇങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദ്രവ്യങ്ങളൊന്നുമില്ലെങ്കിലും ഇത് ദിവസവും നമ്മൾ എന്താണ് നിത്യപാരായണം എന്നുള്ള രീതിയിൽ ഇതിലെ അത് പാരായണം ചെയ്താൽ, അതായത് പാഠം ചെയ്താൽ ഭാവനയോടുകൂടി വിചാരിച്ചാൽ മാത്രം മതി എന്നുള്ള രീതിയിലാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ മാനസപൂജയാണ് യഥാർത്ഥത്തിൽ ആത്മോപാസന. അതെ, ബ്രഹ്മചാരികളും അതുപോലെ സന്യാസിമാരും ബ്രാഹ്മണ വർണ്ണത്തിന്റെ ഗുണമുള്ളവരും പണ്ട് ചെയ്തിരുന്നിരിക്കുന്ന ഉപാസന പദ്ധതിയാണ്, അല്ലെ ഉപാസന മാർഗമാണ്, വിചാരമാർഗമാണ് നിർഗുണോപാസന. അപ്പോ ഈ അഹങ്കാരത്തെ അകറ്റി ആത്മഭാവന ദൃഢപ്പെടുത്തുന്ന ബ്രഹ്മോപാസനയാണ് ആത്മോപാസന.
താൻ ബ്രഹ്മം തന്നെയാണെന്ന് ധ്യാനിച്ച് ഉറപ്പിക്കണം. അതിന് തത്വമസി മഹാവാക്യത്തെ നമുക്ക് നിരൂപണം ചെയ്യുവാൻ കഴിയണം. ശ്രോത്രിയനും ബ്രഹ്മനിഷ്ഠനുമായ ഗുരുവിൽ നിന്ന് സാധനാ ചതുഷ്ടയ സമ്പത്തി നേടിയ ശിഷ്യർക്കു മാത്രമാണ് മഹാവാക്യ ശ്രവണത്താൽ പ്രത്യക്ഷ അനുഭവം ലഭിക്കൂ. അതായത് അതിനെ നമ്മൾ സംശയദൃഷ്ടിയോടുകൂടിയല്ല, ആ വിനയം, അതുപോലെയുള്ള വിവേകം, അങ്ങനെയുള്ള ഗുണവിശേഷങ്ങളൊക്കെ വളർത്തിയിട്ടാണ് നമുക്ക് അങ്ങനെ ഒരു തലത്തിലേക്ക് ഉയരുവാൻ സാധിക്കുന്നത്. കാരണം അഹം ബ്രഹ്മാസ്മി എന്ന തത്വബോധം, അസ്മിബോധം ഉറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗുരു നമ്മളോട് ആ തത്വമസി എന്നുള്ള ആ ഉപദേശത്തെ അല്ലെങ്കിൽ നിർദ്ദേശത്തെ ചെയ്യുന്നത്. അപ്പൊ അധികാരിയായിരിക്കുന്ന ശിഷ്യർ ശ്രവണമാത്രയിൽ അപരോക്ഷാനുഭൂതിയിലെത്തും. അവർക്ക് പിന്നെ പ്രത്യേകിച്ച് സാധനകളോ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒന്നും ആവശ്യമില്ല. എങ്കിലും അവർ ലോകത്തിൽ ജീവിക്കുമ്പോൾ മാതൃകയ്ക്ക് വേണ്ടി, പ്രത്യേകിച്ച് നമ്മൾ പരമ്പരയിൽ നിന്നൊക്കെ സന്യാസം സ്വീകരിച്ച് നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ധർമ്മത്തിന്റെ, സനാതന ധർമ്മത്തിന്റെ മാർഗത്തെ ഉപദേശിച്ച് തന്നെ ഇരിക്കണം. അല്ലാതെ ഈശ്വരനില്ല, മനസ്സു മാത്രമേ ഉള്ളൂ, ഊർജം മാത്രമേ ഉള്ളൂ, എനർജി മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആളുകളിൽ ആശയക്കുഴപ്പത്തെ ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരിക്കലും പാടുകയില്ല. അപ്പോ ഉത്തമനായിരിക്കുന്ന ശിഷ്യനെ, ഇപ്പോ ഞാനൊക്കെ സന്യസിക്കുന്നതിന് മുമ്പ് ബ്രഹ്മചര്യ ദീക്ഷയിൽ നിന്ന് തന്നെ ഗുരു എനിക്ക് ചെവിയിൽ ആവശ്യമായിരിക്കുന്ന എല്ലാ ആ തത്വങ്ങളും ഉപദേശിച്ച് തന്നിട്ടുള്ളതാണ്. അത് അപ്പൊ ഇവിടെ എന്താണ്, ജന്മജന്മാന്തരങ്ങളിലൂടെ യോഗിയും ജ്ഞാനിയും സന്യാസിയായും ഒക്കെ വന്നൊരു ജീവനാണ് എന്നിലൂടെ പ്രകാശിച്ചുകൊണ്ട് ഇത് അവസാനത്തെ ജന്മമാണ് എന്നൊക്കെ എന്നോട് ചില ഗുരുവര്യന്മാര് പ്രവചിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇരിക്കട്ടെ, ഇവിടെ അധികാരിയായിരിക്കുന്നൊരു ജീവാത്മാവിനെ ഗുരു ആ ശ്രവണ ദീക്ഷ കൊടുക്കുന്ന സാഹചര്യത്തിൽ തന്നെ തത്വമസി ആ ഉപദേശം ശ്രവിക്കുന്ന അഹം ബ്രഹ്മാസ്മി എന്ന അപരോക്ഷാനുഭൂതി ദൃഢമാകും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ മഹാവാക്യത്തെ നിരൂപിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നത്. തത്വം അസിയുടെ വാച്യാർത്ഥം എന്താണ്? നീ അതാകുന്നു എന്നതാണ്. ശിഷ്യനായിരിക്കുന്ന നീ അതാകുന്നു. ഇന്ദ്രിയ മനോബുദ്ധികൾക്ക് വിഷയമാകാത്തതിനെയാണ് ഇവിടെ തത് എന്ന പദം കൊണ്ട് നിരൂപിക്കുന്നത്. തത് എന്ന പദം കൊണ്ട് പറയുന്ന എന്താണ്? നമ്മുടെ ശരീരം, മനസ്സ്, ബുദ്ധി, ഇന്ദ്രിയങ്ങളെ കൊണ്ടൊന്നും അത്ര പെട്ടെന്ന് വിഷയമാകാത്തൊരു സംഭവത്തെയാണ്. പിന്നെ എന്താണ് ഇവിടെ ഇതം എന്ന ശബ്ദം കൊണ്ട് പറയുന്ന എന്താണ്? നമ്മുടെ ശരീര, മനോ, ബുദ്ധി, ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയുന്നതിനെയൊക്കെ ഇതം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുകയാണ്. അപ്പോ അജ്ഞനായിരിക്കുന്ന ശിഷ്യ ജനത്തിനോടാണ് വിജ്ഞനായിരിക്കുന്ന ഗുരു പറയുന്നത് നീ അതാകുന്നു എന്ന്. ഉടനെ ശിഷ്യർക്ക് സംശയം തുടങ്ങും. എന്താ സംശയം? ഇന്ന കുലത്തില് ഇന്നാരുടെ മകനായിട്ട് അല്ലെങ്കിൽ മകളായിട്ട് പിറന്ന ഞാൻ എങ്ങനെ ആ ബ്രഹ്മമാകും? കാരണം ഇവിടെ ഞാൻ അല്ലെങ്കിൽ ജഗത്ത് എന്ന് പറയുന്നത് എന്താണ്? ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, അതുപോലെ പരിണമിക്കുക, ജീർണിക്കുക, നശിക്കുക. ഇത് ഇങ്ങനെയുള്ള 6 വിധത്തിലുള്ള പരിണാമങ്ങൾ എന്നിലും ജഗത്തിലും ഉണ്ട്. എന്നാൽ ഈ 6 വിധത്തിലുള്ള പരിണാമങ്ങൾ ഒന്നുമില്ലാത്തതല്ലേ, മാറ്റമില്ലാത്തതല്ലേ ബ്രഹ്മം അല്ലെങ്കിൽ ആത്മാവ് അല്ലെങ്കിൽ ചൈതന്യം അല്ലെങ്കിൽ ഈശ്വരൻ? അപ്പൊ അത് ഞാൻ എങ്ങനെ ആകും? ഇപ്പൊ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ വിചാരിക്കുന്നത് എങ്ങനെയാണ്? ജനിക്കുന്നതിന് മുമ്പേ ഞാനില്ലായിരുന്നു, മരിച്ചതിന് ശേഷവും ഞാൻ നിലനിൽക്കുന്നുമില്ല. ഈശ്വരനാണെങ്കിലോ ആത്മാവാണെങ്കിലോ ചൈതന്യമാണെങ്കിലോ എന്നുമുള്ളത്. അപ്പൊ എന്നുമുള്ളതായ ആ ഈശ്വരൻ ഞാൻ എങ്ങനെ അതാകും? അങ്ങനെ വിചാരം ചെയ്ത് ഞാൻ എന്നത് ശരീരമല്ലെന്ന് മനസ്സിലാകും. ശരീരമല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാണ്? മനസ്സോ ബുദ്ധിയോ ഇന്ദ്രിയങ്ങളോ തുടങ്ങിയവയോ ആണോ? ആയിരിക്കില്ല. കാരണം ഇവയെല്ലാം നശിക്കുന്നതാണ്. മനസ്സ് ധ്യാനം കൊണ്ട്, അല്ലെ, ബുദ്ധി സമാധി കൊണ്ട്, അതുപോലെ ഇന്ദ്രിയങ്ങള് പ്രത്യാഹാരം കൊണ്ട് ഒക്കെ ഇല്ലാതെയാകുന്നുണ്ട്, നശിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ആത്മാവാണെങ്കിലോ നശിക്കാത്തതാണ്. അപ്പൊ പിന്നെ ഞാൻ ആരാണ്? വിചാരം ചെയ്തു പോകുമ്പോൾ ഈ ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ ഉള്ളതാക്കി വെച്ചിരിക്കുന്നത് എന്താണ്? അത് ബോധമാണ്. കാരണം ദൃശ്യാദികളെല്ലാം നശിച്ചാലും നശിക്കാത്ത ബോധം മാത്രം. എന്ത്?
ഞാൻ ആ ബോധമാണോ? അപ്പോൾ അതെന്നാൽ ബോധമാണ്. അപ്പൊ ബോധമാണ് ഈശ്വരൻ, ഞാനും ബോധം തന്നെയാണ്. അതിനാലാണ് ഞാൻ ഇതെല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാൽ ബോധസ്വരൂപിയായ ഞാനും ബോധമായ ഈശ്വരനും ഒന്നു തന്നെ. ഞാൻ ബോധം തന്നെ, അതേ ബോധം തന്നെ ഞാൻ, അഹം ബ്രഹ്മാസ്മി. ഇങ്ങനെയാണ് വിചാരമാർഗത്തിലൂടെ ശിഷ്യൻ എത്തിച്ചേരുന്നത്. അതല്ലേ സർവം ഖല്ലിദം ബ്രഹ്മ തജ്ജലാനീതി ശാന്ത ഉപാസീത. ഈ കാണപ്പെടുന്നവയെല്ലാം ബ്രഹ്മം മാത്രമാണ്. പ്രപഞ്ചമശേഷവും ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. എന്തൊന്ന് നിലനിൽക്കുന്നതും ബ്രഹ്മത്തിൽ തന്നെയാണ്, ഏതൊന്ന് ലയിക്കുന്നതും ബ്രഹ്മത്തിൽ തന്നെയാണ്. ഇങ്ങനെ നാം ശാന്തമായിട്ട് ഉപാസിക്കണം, ധ്യാനിക്കണം. അപ്പോഴോ ബ്രഹ്മവേദ ബ്രഹ്മൈവ ഭവതി. പരബ്രഹ്മത്തെ അറിയുന്നവൻ ആ പരബ്രഹ്മം തന്നെ ആയിത്തീരുന്നു. കാരണം സങ്കല്പമാണ് ഒരുവനെ എന്തും ആക്കി തീർക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭാവോഹി ഭവകാരണം. അതിനാൽ നീ അല്ലെങ്കിൽ ഞാൻ ബ്രഹ്മം തന്നെയാണെന്ന് സങ്കല്പിക്കണം, എന്നാൽ അതായിത്തീരും. അതല്ലേ യാതൊന്നിനെയാണു സാധകൻ കൃതി നിനപ്പതെപ്പോഴും ആയിടുന്നവൻ സത്വരം ഭ്രമരകീടമെന്ന പോൽ. അതായത് എന്താണോ താൻ ഞാൻ ഹൃദയത്തിൽ സദാ വിസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്, ഞാൻ അത് തന്നെയായിട്ട് തീരും. ഏതുപോലെ വേട്ടാളനെ പോലെ. ഭ്രമരകീടം എന്ന് പറഞ്ഞാൽ വേട്ടാളനാണ്. അല്ല ആരാന്റെ മക്കളെ തന്മക്കളാക്കി വേട്ടാളൻ തന്റെ മരണകാലം എന്ന് കേട്ടിട്ടില്ലേ? ആ വേട്ടാളൻ എങ്ങനെയാണ്? ഒരു പുഴുവെ പിടിച്ചു കൊണ്ടുവന്ന് അത് ഒരു കൂട്ടിലിട്ടിട്ട് അതിനെ കൊത്തി അതിനെ പേടിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ വേട്ടാളനെ മാത്രം ചിന്തിച്ചിട്ട് ആ കീടം, ആ പുഴു അവസാനം വേട്ടാളനായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. കാരണം വേട്ടാളനെ എന്താണ് ഈ സാധാരണ മൈഥുന ധർമ്മത്തിലൂടെ സന്തതികൾ ഉണ്ടാകുന്നില്ല. അപ്പൊ എന്നതുപോലെയാണ് ഇവിടെ നമ്മുടെ സ്മരണ, നമ്മുടെ ഭാവന, നമ്മുടെ വിചാരം, അല്ലെ, നമ്മുടെ ഇമാജിനേഷൻ, അതിന്റെ ദൃഢത കൊണ്ട് നമ്മൾ വാസ്തവത്തിൽ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും നമ്മൾ ബ്രഹ്മം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ബോധിക്കാൻ ഈ ഉപാസന, ആത്മോപാസന നമുക്ക് സഹായിക്കും. ഉപാസനകളിലെ ഉദ്ദേശവും ലക്ഷ്യവും എല്ലാം ഒന്ന് തന്നെയാണ്. നാമരൂപാത്മകമായ പ്രപഞ്ചത്തെ വിട്ട് നിർഗുണ നിരാകാരമായിരിക്കുന്ന ബ്രഹ്മപ്രാപ്തിയാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടല്ലേ എന്താണ് യാതൊന്നു കാൺപതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമഃ എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തു കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും അറിയുന്നതും എല്ലാം ഈശ്വരൻ. ജലം, സ്ഥലം, കാറ്റ് എല്ലാം ബ്രഹ്മം തന്നെ. കാരണം സ്വർണം തന്നെയല്ലേ ആഭരണമായി തീർന്നിരിക്കുന്നത്. സ്വർണം മാത്രം അല്ലേ? അപ്പൊ ഇവിടെ സ്വർണം മാത്രമായി കാണാത്തത് കൊണ്ടാണ് നമുക്ക് ആഭരണത്തെ കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ സത്യമായത് എന്താണ്? ഈശ്വരൻ മാത്രമാണ്. എല്ലാം ഈശ്വരൻ, എല്ലാമായിരിക്കുന്നത് ഈശ്വരൻ മാത്രം. ആ ഈശ്വരനെ കാണാത്തതിനാൽ നമ്മൾ നാമരൂപങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനാൽ നാമരൂപാദികളിലെല്ലാം ഈശ്വരനെ കാണുവാൻ പറയുകയാണ്. എന്തിലും ഈശ്വരനെ കാണുവാൻ തുടങ്ങുമ്പോൾ ഈ നാമരൂപങ്ങൾ ഇല്ലാതെയാവുകയാണ്. സകലയിടത്തും സത്യവസ്തുവെ ദർശിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഉപാസന അതിന്റെ ലക്ഷ്യത്തിലെത്തുന്നുള്ളൂ. അതുവരെയും ഏതു തരത്തിലുള്ള ഉപാസനയായാലും അത് തുടർന്നു കൊണ്ടിരിക്കുക തന്നെ ചെയ്യണം. ജഗത് സർവം സർവേശ്വരന്റെ കയ്യിൽ ഒരു ചെറിയ ആശ്രമമാണ്. അതല്ലേ ത്രിപുരാശ്രമവും ഭഗവാന്റെ കയ്യിലെ, ആ ദൈവത്തിന്റെ കയ്യിലെ, ആ ഈശ്വരീയമായ ത്രിപുരാശക്തിയുടെ കയ്യിലെ ചെറിയൊരു ഭവനം, ഒരു വാസസ്ഥാനം മാത്രമാണ്. അതിലുള്ളവയ്ക്കെല്ലാം ഭഗവാന്റെ ലീലാവിനോദങ്ങൾ മാത്രം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എന്താണ്? ഭഗവാന്റെ വിനോദ സൃഷ്ടികൾ മാത്രമാണ്. അതിനാൽ ഏതു പ്രവൃത്തിയും അവിടുത്തെ ആരാധിക്കുവാൻ വേണ്ടി മാത്രമുള്ളതാണ്. ആശ്രമധർമ്മങ്ങളുടെ ഉദ്ദേശവും അതുതന്നെ. അതുകൊണ്ട് ആ ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് നമ്മൾ സ്വധർമ്മം ആചരിക്കണം. ഏതാശ്രമത്തിലിരിക്കുന്നവർക്കും ഉപാസനാ മാർഗം അവലംബിക്കാം.
വാനപ്രസ്ഥൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ഉപാസന എന്ന് മാത്രം. വാനപ്രസ്ഥാശ്രമിയുടെ സമയത്തിൽ മുഴുവനും ഉപാസനയാകുന്ന നിഷ്ഠയില് ആഴണം. തപോമയമായ ജീവിതമാണ് വാനപ്രസ്ഥാശ്രമിക്ക് പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായി പാലിക്കേണ്ടത് ബ്രഹ്മചര്യ പാലനം. ഗൃഹസ്ഥാശ്രയം അതിനെന്തു ചെയ്യാൻ അവിടെ പറഞ്ഞിരിക്കുന്നത്? ഗൃഹസ്ഥാശ്രമികളുമായിട്ട് ഇടപെടാതിരിക്കാനാ പറയുന്നത്. ഇന്നത് നടക്കുവോ? എന്തായാലും ഇരിക്കട്ടെ, ആ പഴയ കാലത്തെ നിയമത്തിൽ നിന്നാണ് ഞാൻ സന്യാസം കിട്ടിയ വഴി ഗ്രന്ഥങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പൊ പിന്നെ ഒന്നുകൂടി നമ്മുടെ എന്താ പറയാ മനഃശാസ്ത്രവും അതുപോലെയുള്ള കൗൺസിലിങ്ങും അതുപോലെയുള്ള നമ്മുടെ കാലികമായിരിക്കുന്ന പല വിഷയങ്ങളും പല ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ പലതിനെയും നമ്മുടെ കാലികമായിരിക്കുന്ന പ്രസക്തിയോട് കൂടിയിട്ട് വിചാരം ചെയ്യുന്നത്. ഇത് ഞാൻ ആ സന്യസിച്ച വഴി നമ്മുടെ പുരുഷാർത്ഥ പ്രാപ്തി എന്ന് പറയുന്ന ലേഖനത്തിന് വേണ്ടിയിട്ട് എഴുതി വെച്ചിരിക്കുന്ന ചില ഭാഗങ്ങളാണ് വാനപ്രസ്ഥ ധർമ്മത്തിൽ ഇപ്പോ നമ്മൾ ഇവിടെ ഇങ്ങനെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഗൃഹസ്ഥാശ്രമികളുമായിട്ട് ഇടപെടാതിരിക്കുക. പിന്നെ സാധു സന്യാസികളുമായിരിക്കുന്ന സത്സംഗം ഉണ്ടാവണം. അപ്പൊ കഠിന തപശ്ചര്യക്ക് പ്രാപ്തിയില്ലാത്തവരെന്ത് ചെയ്യണം? ഈ 3 കാര്യങ്ങളിലെങ്കിലും നിഷ്ഠ വെക്കണം എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ബ്രഹ്മചര്യപാലനം, അതുപോലെ വൈശികന്മാരുമായിട്ട് ബന്ധപ്പെടാതിരിക്കുക, സത്സംഗത്തിൽ ഏർപ്പെടുക, സാധുക്കളുമായിരിക്കുന്ന സംസർഗം, സത്സംഗം, ഇത്രയും കാര്യങ്ങളിലെങ്കിലും പ്രാവർത്തികമാക്കിയാൽ ആധ്യാത്മികമായിട്ട് വളരെ ഉയർച്ച ലഭിക്കും. അപ്പൊ ഉപാസന മാർഗത്തിലൂടെ ബ്രഹ്മവിചാരത്തിന് പ്രാപ്തമായെങ്കിൽ മാത്രമേ സന്യാസം സ്വീകരിക്കാവൂ. അല്ലാതെ നമ്മളെ ഏതെങ്കിലും ചില വികല്പ ഭാവനകളെ കൊണ്ട് അനാദരവും അംഗീകാരവും സ്നേഹവും അതുപോലെ ഭക്ഷണവും ദക്ഷിണയും എല്ലാം ഇഷ്ടത്തിനനുസരിച്ച് ചോദിച്ചും ചോദിക്കാതെയൊക്കെ ഇഷ്ടം പോലെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചാടിക്കയറി അങ്ങോട്ട് സന്യസിച്ചാലോ? യഥാർത്ഥ ഗുരു അങ്ങനെ ഒരു സന്യാസം കൊടുക്കുകയില്ല. എന്റെ അറിവും അനുഭവവും അങ്ങനെയാണ്. നമ്മൾ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് പരമ്പരയിലുള്ള ആ ഗുരുവര്യന്മാര് സന്യാസം കൊടുക്കുകയുള്ളൂ. അപ്പൊ അവരും ചിലതൊക്കെ കാണിക്കുന്നില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്താ? അതിനെ എന്താ പറയാ? അതൊക്കെ ആ ഗുരുക്കന്മാർക്കറിയാം. കാരണം അവരെ എപ്പോ ശരിയാക്കണമെന്നും അവരെ എപ്പോ ഏത് രീതിയിൽ. കാരണം ദണ്ഡപാണിയായിട്ട് എല്ലാവരുടെയും കൂടെ ഈശ്വരൻ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ ശിക്ഷയോ രക്ഷയോ അതുപോലെ ഈ ലോകത്തിൽ ലഭിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാന്റെ പ്രസാദമായിട്ട് സ്വീകരിച്ച് ആരോടും അതൃപ്തിയില്ലാതെ എല്ലാം ഈശ്വരമയമായിട്ട് നമ്മൾ കണ്ട് ആനന്ദിച്ചു പോകുമ്പോൾ നമ്മുടെ ഉപാസന അതുപോലെ വാനപ്രസ്ഥാശ്രമവും പൂർണ്ണമാവുകയാണ്. അപ്പോ ഇവിടെ നമ്മുടെ ഒരു പ്രവൃത്തിയും യാന്ത്രികമായിട്ട് തീരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് എന്താണ്? യാന്ത്രികമായി അനുഷ്ഠാനങ്ങളൊക്കെ എല്ലായ്പ്പോഴും അനുഷ്ഠിച്ചാൽ അത് വലിയ പ്രയോജനം നമുക്ക് നൽകുകയില്ല. എളുപ്പത്തിൽ അധപതിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്രാഹ്മണ കുലത്തിൽ പിറന്ന അജാമിളന്റെ കഥ നമുക്കിവിടെ കാണുവാൻ സാധിച്ചില്ലേ? അപ്പോ ഇവിടെ അങ്ങനെ ഇവിടെ ജീവിതത്തിൽ നമ്മൾ യാഥാർത്ഥ്യബോധത്തോടു കൂടിയിട്ട് ജീവിക്കുമ്പോ എന്താണ്? നമ്മുടെ ജന്മലക്ഷ്യം സഫലമാകുമെന്ന് ഈ അവസരത്തിൽ അറിയാം. കാരണം ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കാൻ വരുന്നത് മഹാത്മാക്കളിലൂടെയാണ്, സാധുജനങ്ങളിലൂടെയാണ്, സന്യാസിമാരിലൂടെയാണ്. അപ്പൊ സന്യാസി ശ്രേഷ്ഠന്മാരിലൂടെയൊക്കെ നമ്മുടെ ഈശ്വരൻ നമ്മെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പൂർവ്വകാല പുണ്യത്തിന്റെ ഫലമായിട്ടാണ് മഹത്തുക്കളെ കാണുവാൻ തന്നെ നമുക്ക് സാധിക്കുന്നത്. അപ്പൊ അവരെ എവിടെ വെച്ച് കണ്ടാലും നമ്മൾ നമസ്കരിക്കണം. അതാണ് നമ്മുടെ ആർഷ സംസ്കാരം. എന്നിട്ട് അറിയേണ്ടതിന് ചോദിച്ചു മനസ്സിലാക്കണം. അമ്പലത്തിൽ പോകുന്നതിന്റെയും നാമജപത്തിന്റെയും ഫലമായിട്ടാണ് നമുക്ക് മഹത്തുക്കളെ കാണുവാൻ സാധിക്കുന്നത്. പിന്നെ അറിയേണ്ടത് അവരിൽ നിന്നും മനസ്സിലാക്കുവാൻ വേണ്ടി ഈശ്വരൻ തന്നെയാണ് അവരുടെ രൂപത്തിൽ നമ്മുടെ അടുക്കിലേക്ക് വരുന്നത്. അവരോട് ചോദിക്കുമ്പോൾ അവർ നൽകുന്ന സതുപദേശ രത്നങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതോടുകൂടി കൃതകൃത്യത അനുഭവിക്കുവാൻ എല്ലാവർക്കും സാധിക്കാം. അപ്പോഴാണ് നമ്മുടെ അനുഷ്ഠാന ധർമ്മങ്ങളെ ശുഭപര്യവസായിയായിട്ട് തീരുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ യാതൊരു കാരണവശാലും മറക്കരുത് എന്നും ഇവിടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ നമ്മുടെ വർണ്ണാശ്രമധർമ്മത്തില് പറയുന്ന നിഷ്ഠകള് ഒരു തപസ്സായിട്ട് നമ്മൾ എടുക്കണം.
ആചരിക്കണം. വളരെ ശ്രദ്ധയോടും അതീവ ജാഗ്രതയോടും കൂടി ജീവിതത്തിൽ അവയെ പ്രായോഗികമാക്കുകയും ചെയ്യണം. അപ്പോൾ മാത്രമാണ് അതിന് അതിൻ്റെതായിരിക്കുന്ന സദ്ഫലം വേഗം ലഭിക്കുക. ഒരാൾ നമസ്കരിക്കുമ്പോൾ അയാൾ നല്ലവനാണെങ്കിൽ ആ ആളിലെ നന്മ നമസ്കരിക്കുന്നവന് ലഭിക്കും എന്നാണ് ശാസ്ത്രം പ്രമാണം. ദുഷ്ടനെയാണ് നമസ്കരിക്കുന്നതെങ്കിലോ അദ്ദേഹത്തിലെ ദുഷ്ട നമസ്കരിക്കുന്നവനിലേക്ക് വരികയും ചെയ്യുകയില്ല. അതാണ് അതിന്റെ പ്രത്യേകത. ഒരു മഹാത്മാവിനെ തിരിച്ചറിയുവാൻ വേറൊരു മഹാത്മാവിന് മാത്രമേ സാധിക്കൂ. ആരാണ് ദുരാത്മാവെന്നും ആരാണ് മഹാത്മാവെന്നും നമുക്ക് ആർക്കാണ് അറിയുവാൻ കഴിയുക? ആയതുകൊണ്ട് സാധുജനങ്ങളെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും നമ്മൾ എവിടെ വെച്ച് കാണുമ്പോഴും ആ നമസ്കരിക്കുവാനുള്ള നമ്മുടെ ആ ഒരു ആർജവം നിലനിർത്തണമെന്നും ഈ സന്ദർഭത്തിൽ അറിയിപ്പിക്കുകയാണ്. അപ്പോ ഇവിടെ ഈ വാനപ്രസ്ഥാശ്രമം പറയുന്നിടത്ത് നമ്മുടെ പൈതൃകത്തിന്റെ സംസ്കാരത്തിലെ ഒരു പ്രധാന ചടങ്ങ് ആചാരമായിരിക്കുന്ന നമസ്തേ, അപ്പൊ എങ്ങനെയുള്ള നമസ്കാരം കൊണ്ടുള്ള അതിന്റെ ഒരു പ്രത്യേകത കൂടി ഈ സാഹചര്യത്തിലൊന്ന് നമുക്കിവിടെ വിചാരം ചെയ്യാം. നമ്മുടെ ശിവാനന്ദ സരസ്വതി സ്വാമിജികള് പറഞ്ഞിരിക്കുന്ന ആ ഒരു ആശയത്തിൽ നിന്നുകൊണ്ടാണ് അത് ചിന്തിക്കുന്നത്. അതായത് 7 വിധ നമസ്കാരങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് സന്യാസി തുടങ്ങിയ സജ്ജനങ്ങളെ നമസ്കരിക്കുമ്പോൾ നമിക്കുന്നവനിലെ അഹങ്കാരാദികൾ നശിക്കും. ഞാനും എന്റേതെന്നുമുള്ള ചിന്തയാണ് സകല അനർത്ഥങ്ങൾക്കും കാരണമായിട്ട് തീരുന്നത്. മമ, ഇതൊന്നും എന്റേതല്ല എന്ന ശരണാഗതിയാണ് വാസ്തവത്തിൽ സമർപ്പണം. തന്നെ പൂർണ്ണമായി ഭഗവാനെ സമർപ്പിക്കുന്നതാണ് നമസ്കാരം. അതുകൊണ്ട് നമ്മുടെ ഈ സഗുണ ഉപാസനയിലൂടെ ചിത്തശുദ്ധി ലഭിക്കും. ഇഷ്ടദേവതയെ പൂജയിലൂടെ നമ്മളെ തൃപ്തിപ്പെടുത്തണം. ഈശ്വരൻ എപ്പോഴും പൂർണ്ണതയിൽ തന്നെയാണ്, അപൂർണതയിലാണ് അതൃപ്തി വരുന്നത്. അപ്പൊ തന്റെ തൃപ്തി ദൃഢപ്പെടുകയാണ് ആത്മാർത്ഥമായ പൂജകളിലൂടെ സംഭവിക്കുന്നത്. വിഷ്ണു ഭഗവാൻ അലങ്കാരപ്രിയനാണ്. വൈകുണ്ഠം പോലെ പൂജ ചെയ്യുവാൻ ഉപയോഗിക്കുന്ന സ്ഥലം അലങ്കരിക്കണം. അലങ്കരിച്ചതിനു ശേഷം വേണം പൂജ ചെയ്യാൻ. ശിവഭഗവാൻ ധാരാപ്രിയനാണ്. അമ്മയാണെങ്കിലോ നമസ്കാരപ്രിയയും. ഏത് ദേവതയുടെ പൂജ ചെയ്താലും അവസാനം തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നത് നമസ്കാരത്തിലൂടെയാണ്. എന്തെങ്കിലും പാകപ്പിഴകൾ ചെയ്യുന്ന കർമ്മത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയ പ്രദക്ഷിണ നമസ്കാരാദികളെ കൊണ്ട് അത് പരിഹരിക്കപ്പെടും. ഗർഭോദരത്തില് ഗർഭസ്ഥ ശിശുവിന്റെ ചലനം പ്രദക്ഷിണമായിട്ടാണ്. ഗർഭോദരത്തിൽ നിന്നും പുറത്തു വന്നാലോ ഭഗവാനെ മാത്രമേ ആശ്രയിക്കൂ എന്ന് ഗർഭസ്ഥ ശിശു 7ാമത്തെ മാസത്തില് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ആ പ്രതിജ്ഞയുടെ സ്മരണ പുതുക്കൽ കൂടിയാണ് പ്രദക്ഷിണത്തോടു കൂടിയിരിക്കുന്ന നമസ്കാരം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പൊ നമസ്കാരം 7 വിധത്തിലുണ്ട്. എന്തൊക്കെയാണ്? അതായത് പ്രദക്ഷിണം, അർദ്ധചന്ദ്രം, ത്രികോണം, ഷഡ്കോണം, ഉഗ്രം, ദണ്ഡം, അഷ്ടാംഗം. അതായത് വട്ടത്തിൽ ചുറ്റി നമസ്കരിക്കുന്നത് വൃത്താകാരം. വട്ടത്തിൽ ചുറ്റി വൃത്താകാരമായിട്ട് നമസ്കരിക്കുന്നതിന് പ്രദക്ഷിണ നമസ്കാരം എന്ന് പറയുന്നു. തെക്കുഭാഗത്ത് നിന്ന് വടക്കു പടിഞ്ഞാറ് വശത്തേക്ക് പോയി തിരിച്ച് തെക്കുഭാഗത്തേക്ക് തന്നെ വന്ന് നമസ്കരിക്കുന്നത് അർദ്ധചന്ദ്രം. തെക്ക് ദിക്കിൽ നിന്നും വടക്കു പടിഞ്ഞാറ് വശത്തേക്ക് വന്നതിന് ശേഷം വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് പോയി തെക്കോട്ട് തന്നെ നടന്നതിന് ശേഷം നമസ്കരിക്കുന്നത് ത്രികോണം. തെക്കു നിന്നും വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് പോയി വടക്കു കിഴക്ക് ദിശയിലേക്ക് വന്ന് തെക്കു ഭാഗത്തേക്ക് തന്നെ പോയി അവിടെ നിന്നും തെക്കു കിഴക്കായി പോയി അവിടെ നിന്നും തെക്കു പടിഞ്ഞാറോട്ട് പോയി പിന്നെ വടക്കു ഭാഗത്തേക്ക് വന്ന് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് വീണ്ടും പോയി വന്നതിന് ശേഷം നമസ്കരിക്കുന്നതാകട്ടെ ഷഡ്കോണ നമസ്കാരവുമാകുന്നു. 3 പ്രദക്ഷിണം ചെയ്ത ശേഷം ബ്രഹ്മരന്ധ്രം, നമ്മുടെ നെറുക് ഭൂമിയിൽ തൊട്ട് ചെയ്യുന്ന നമസ്കാരമാണ് ഉഗ്രം എന്ന് പറയുന്ന നമസ്കാരം. താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് പ്രദക്ഷിണമൊന്നും ഇല്ലാതെ വടി പോലെ നിലത്ത് വീണ് ചെയ്യുന്ന നമസ്കാരം, അതാണ് ദണ്ഡ നമസ്കാരം. നിലത്ത് വടി പോലെ കിടന്നതിന് ശേഷം ക്രമപ്രകാരം ഹൃദയം, താടി, മുഖം, മൂക്ക്, കീഴ്ത്താടി, ബ്രഹ്മരന്ധ്രം, അതുപോലെ ചെവികൾ മുട്ടിച്ച് ചെയ്യുന്ന നമസ്കാരത്തെയാണ് അഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. അഷ്ടാംഗ നമസ്കാരം ചെയ്യുമ്പോൾ അരക്കെട്ട് ഭാഗം ഭൂമിയിൽ തൊടാത്ത വിധം ഉയർന്നു നിൽക്കണം. പുരുഷന്മാര് നമസ്കരിക്കുമ്പോൾ അരക്കെട്ട് ഭാഗം തറയിൽ തൊടരുത്. സ്ത്രീകൾ നമസ്കരിക്കുമ്പോൾ അവരുടെ
സ്തനഭാഗം അതായത് നെഞ്ചുഭാഗവും തറയിൽ തൊടരുത്. യാതൊരു വിധത്തിലും മനസ്സിനെ ഇളക്കുന്ന വികാരങ്ങൾ ഉണ്ടാകുവാൻ പാടുകയില്ല. അതുകൊണ്ടാണ് മഹാത്മാക്കൾ നമസ്കരിക്കുമ്പോഴും ഇങ്ങനെയുള്ള നിയമങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ വാനപ്രസ്ഥൻ ഏകാന്തത്തിൽ വസിച്ച് ഉപാസനാദികളാകുന്ന തപസ് നിഷ്ഠയോടുകൂടി ചെയ്യണം. അപ്പൊ ഫലഭൂലങ്ങളെ പ്രസാദമായിട്ട് കഴിക്കണം. അപ്പൊ ഇന്നിപ്പോ നമുക്ക് ഇഷ്ടം പോലെ എന്താണ് നല്ല നല്ല കഞ്ഞിയൊക്കെ ആവശ്യത്തിന് കുടിക്കാം. അപ്പോ അഗ്നിയിൽ വേവിച്ച ആഹാരങ്ങൾ കഴിയുന്നതും ഒഴിവാക്കണം. താമസിക്കാനായി ആവശ്യം വരുന്ന പക്ഷം ചെറിയ പർണശാലയുണ്ടാക്കാം. പിന്നെ എന്താ, അഗ്നിഹോത്രത്തിലെ അഗ്നി കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് പർണശാല നിർമ്മിക്കുന്നത്. മഴയും മഞ്ഞും വെയിലുമെല്ലാം സഹിക്കണം. തലമുടി കളയരുത്, വളർത്തണം. രോമങ്ങളെല്ലാം വളർത്തണം. നഖവും വെട്ടിക്കളയുവാൻ പാടില്ല. ശരീരം തപസ് ചെയ്യുവാൻ പറ്റാത്ത വിധം നശിച്ചെങ്കിൽ ഉപവാസത്തിലൂടെ ശരീരത്തെ ഉപേക്ഷിക്കാം. അല്ലെങ്കിൽ ശരീരത്തെ അഗ്നിയിൽ ഹോമിക്കാം. ഒഴുകുന്ന ഗംഗയിലേക്ക് അല്ലെങ്കിൽ എടുത്തു ചാടാം. ഇവയെല്ലാം വാനപ്രസ്ഥാനെ മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നവയാണെന്നാണ് പൂർവികന്മാര് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിന് വലിയ പ്രശ്നമൊന്നുമില്ലെങ്കിൽ തീവ്രവൈരാഗ്യം വരുന്നവരെയും തപസ് അനുഷ്ഠിക്കണം. വൈരാഗ്യം പൂർണ്ണമായി ഉറച്ചു കഴിഞ്ഞു എന്ന് ബോധ്യം വന്നാൽ മാത്രമേ അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കുവാവൂ. അതാണ് സന്യാസാശ്രമം. ഇപ്പൊ സന്യാസാശ്രമത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ വൈരാഗ്യം, അതായത് പരവൈരാഗ്യം ഉറയ്ക്കുക തന്നെ ചെയ്യണം. അപ്പോഴാണ് സന്യാസാശ്രമത്തെ നമ്മൾ സ്വീകരിക്കാവൂ. അല്ലാതെ സ്വീകരിക്കുവാൻ പാടുകയില്ല. ഇപ്പൊ ഇവിടെ വൈരാഗ്യം, ഇപ്പോ എന്താണ് ഈ വൈരാഗ്യം? വാസ്തവത്തിൽ എന്താണ്? രണ്ടു തരത്തിലുണ്ട്. അതായത് അപരമെന്നും പരമെന്നും. ഇതിൽ അപരം എന്ന വൈരാഗ്യം 4 വിധത്തിൽ വിഭജിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ യഥമാന വൈരാഗ്യം, അതുപോലെ വ്യതിരേക വൈരാഗ്യം, വശീകാര വൈരാഗ്യം, ഏകേന്ദ്രിയ വൈരാഗ്യം. ഇങ്ങനെയാണ് അപരവൈരാഗ്യം 4ആയി തിരിയുന്നത്. കാണുന്നതും കേൾക്കുന്നതുമായിരിക്കുന്ന ലോകപദാർത്ഥങ്ങളിലെ സുഖങ്ങളിൽ താല്പര്യം ഇല്ലാതായി തീരുന്നതാണ് വശീകാര വൈരാഗ്യം. പിന്നെന്താ? സുഗന്ധദ്രവ്യങ്ങള്, കളത്രം, പുത്രരെ, മിത്രരായിട്ടുള്ളവ, ബന്ധുക്കൾ, ഇവയെല്ലാമാണ് കാണുന്നതായിരിക്കുന്ന സുഖസാധനങ്ങൾ. ഇപ്പൊ വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന സ്വർഗം തുടങ്ങിയവയുടെ അറിവാണ് കേൾക്കപ്പെടുന്ന സുഖസാമഗ്രികൾ. അപ്പൊ ഗുരുവാക്യത്തെ കേട്ടും അതുപോലെ ശാസ്ത്രകാര്യങ്ങള് വിചാരം ചെയ്തും പിന്നെ ഞാൻ ഈ ലോകപദാർത്ഥങ്ങളെ നിരൂപണം ചെയ്ത് അറിയും. ഈ ഉറച്ച ചിന്തയോടുള്ള സ്വപ്രയത്നമാണ് യഥമാന വൈരാഗ്യം. ഉപദിഷ്ട മാർഗത്തിലൂടെ വ്യതിചലിക്കാതെ മുന്നേറും. അപ്പോൾ ലഭിക്കുന്ന ഉൾവെളിച്ചത്തിൽ നിന്നും തന്നിൽ ഇനിയും പല ദോഷങ്ങളും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ വ്യക്തമായി തിരിച്ചറിവാണ് വ്യതിരേക വൈരാഗ്യം. വിഷയസുഖങ്ങളിലുള്ള ആസക്തി അനുഭവത്തിന്റെ വെളിച്ചത്തിലും ശ്രവണമന്ന നിധിധ്യാസത്താലും പൂർണ്ണമായി അകലുന്നതാണ് വശീകാര വൈരാഗ്യം. അനിത്യവും അതുപോലെ ദുഃഖപ്രദവും അശാശ്വതവുമാണ് അറിഞ്ഞതായ വിഷയപദാർത്ഥങ്ങളെല്ലാം. അതിനാൽ വീണ്ടും ലോകപദാർത്ഥങ്ങളുടെ സമ്പാദ്യത്തിനായി പ്രയത്നിക്കുന്നില്ല. അങ്ങനെ തന്റെ മനസ്സിനെ നിരീക്ഷണം ചെയ്തും മനസ്സിൽ ഒതുങ്ങിയ അവസ്ഥയാണ് ഏകേന്ദ്രിയമായ വൈരാഗ്യം. പിന്നെ നിഷ്ഠയോടുകൂടിയ ജീവിതത്താലും വിചാരത്തിലൂടെയും ദൃശ്യപദാർത്ഥങ്ങളിൽ പൂർണ്ണമായും വിരാഗത വരുന്നതാണ് പരവൈരാഗ്യം. എന്തിനും പരമകാരണമായിരിക്കുന്നത് ഈശ്വരൻ മാത്രം. ആ ഈശ്വരനിൽ മാത്രമേ ആത്യന്തികമായ നശിക്കാത്ത സുഖം ഉണ്ടാകുന്നുള്ളൂ. അതിനാൽ ഈ ലോകപദാർത്ഥങ്ങളിൽ നിന്നും മുഴുവനായും വിട്ടുനിൽക്കണം. ആനന്ദകാരണമായ ഈശ്വരനിൽ മാത്രം ആശ്രയം കണ്ടെത്തണം. തന്റെ സ്വരൂപത്തെ അല്ലാത്തതൊക്കെ ഉപേക്ഷിക്കണം എന്നറിഞ്ഞ് സർവേശ്വരനിൽ സമ്പൂർണ്ണ ശരണാഗതി കണ്ടെത്തുന്നതാണ് പരവൈരാഗ്യം. ഈ പരവൈരാഗ്യത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുമ്പോഴാണ് നമ്മൾ സന്യാസം സ്വീകരിക്കുന്നത്. അപ്പോ ഈ വൈരാഗ്യ കാരണം, അതായത് നമ്മുടെ വാനപ്രസ്ഥാശ്രമത്തിന്റെ മുഖ്യ ഉദ്ദേശം വൈരാഗ്യം പരവൈരാഗ്യമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ നിഷ്ഠയോടുകൂടിയ ഗൃഹസ്ഥാശ്രമ ജീവിതത്താൽ തന്നെ വിഷയവസ്തുക്കളിൽ വൈരാഗ്യമുണ്ടാകും. ആ വൈരാഗ്യത്തെ ഉറപ്പിക്കുന്നതിനാണ് വാനപ്രസ്ഥാശ്രമം. ലോകപദാർത്ഥങ്ങളിൽ സുഖമിരിക്കുന്നു എന്ന ചിന്തയാലാണല്ലോ നമ്മളെല്ലാം വിഷയപദാർത്ഥങ്ങളുടെ പിറകെ നിയന്ത്രണമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകസുഖം എങ്ങനെയുള്ളതാണെന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. ഈ ലോകസുഖം
വാസ്തവത്തില് നമ്മളിവിടെ ഈ 7ാമത്തെ സ്കന്ധത്തിൽ തന്നെ എന്താണ് പ്രഹ്ലാദന്റെ ആ സ്തുതിയിൽ നിന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ എന്താ പ്രഹ്ലാദൻ പറയുന്നത്? എന്മൈഥുനാദിഗൃഹമേതി സുഖം ഹി തുച്ഛം കണ്ടൂയനേന കരയോരിവ ദുഃഖ ദുഃഖം തൃപ്പന്തിനേക പ്രണാബഹു ദുഃഖഭാജ കണ്ടോരിവൻ മനസിജം വിഷഹേദധീര. അപ്പോ എന്താ ഈ സ്ത്രീ സംയോഗാദികളായ ഗൃഹസ്ഥാശ്രമികളുടെ സുഖം എന്ന് പറയുന്നത് ചൊറികൊണ്ട് ദുഷിച്ചിരിക്കുന്ന കരത്തെ മറ്റൊരു കരം കൊണ്ട് ചെറിയുമ്പോഴുള്ള സുഖം പോലെയാണെന്നാണ്. ഇത് എത്രയും തുച്ഛമായതാണെങ്കിൽ കൂടിയും വിചാരശൂന്യരായിരിക്കുന്ന കൃപണന്മാര് ഇതിൽ തൃപ്തരാകുന്നില്ല. അതിനാൽ എത്രയോ വലിയ ദുഃഖത്തെ അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. ഭഗവൻ കരുണയ്ക്ക് പാത്രീഭൂതരായ ചില ധീരന്മാർ മാത്രം കാമാദികളെ ചൊറിയെന്ന പോലെ സഹിക്കും. കാരണം ചൊറിയുടെ പ്രധാന മരുന്നെന്താണ്? ചൊറിയാതിരിക്കുക എന്നുള്ളതാണ്. ചൊറിയാൽ അതെന്താണ്? സുഖം കിട്ടുമെങ്കിലും വ്രണമാകും. അതുകൊണ്ടാണ് അപ്പോ ഇവിടെ ഈ ക്രമത്തിൽ വിരക്തി നേടി സായുജ്യം പ്രാപിക്കുകയും ചെയ്യും സഹിച്ചുകൊണ്ട്. പിന്നെ ഈ വിഷയസുഖം ഒരിക്കലും അനുഭവിച്ചു തീർക്കുവാൻ പറ്റുന്നതല്ല. അത് അനുഭവിക്കും തോറും അതിലുള്ള ആസക്തി വർദ്ധിച്ചു വരികയാണ് ചെയ്യുക. എരുതിയിലേക്ക് നെയ്യൊഴിക്കുന്നത് പോലെയാണ് വിഷയാനുഭവം. ഏത് വിഷയത്തെയാണോ നിയന്ത്രണമില്ലാതെ അനുഭവിക്കുന്നത് അത് അനുഭവിക്കും തോറും ആ ഇന്ദ്രിയം തളരും. ആ വിഷയത്തിലുള്ള ആസക്തി വളരുകയും ചെയ്യും. ആ വിഷയം അനുഭവിക്കാൻ കഴിയാത്ത വിധം ഇന്ദ്രിയം തളരുകയും ചെയ്യും. അങ്ങനെ വിഷയത്തോടുള്ള കൊതി അവസാനിക്കാതെ നിലനിൽക്കുകയും ചെയ്യും. ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആചാര്യന്മാർ നിയമങ്ങൾ വെച്ചിരിക്കുന്നത്. ആ നിയമത്തിനനുസരിച്ച് വിഷയത്തെ അനുഭവിക്കുമ്പോൾ വിഷയത്തിലുള്ള ആസക്തി ക്രമേണ ഇല്ലാതാകും. സ്ത്രീ സുഖം പിതൃപൂജയായി അനുഭവിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന മുഹൂർത്തപ്രകാരം മൈഥുനം നമുക്ക് ആചരിച്ചു പോകാം. അങ്ങനെ നമുക്ക് ശുഭമുഹൂർത്തങ്ങളിൽ ആനന്ദത്തിനു വേണ്ടിയിട്ടും സുഖത്തിനു വേണ്ടിയിട്ടും നമ്മുടെ പത്നിയുമായിട്ട് ഇണയുമായിട്ട് നമ്മുടെ ആ സൗഹൃദം ആ വേഴ്ചയിൽ ഏർപ്പെടാവുന്നതുമാണ്. അപ്പൊ ഇവിടെ അതുപോലെ നമ്മുടെ ലഹരി വസ്തുക്കള്, അതുപോലെ മാംസഭക്ഷണങ്ങള്, ഇതൊക്കെ ഉപേക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ പൂർവികന്മാര് വാസ്തവത്തില് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വിഷയത്തിൽ ദോഷദൃഷ്ടി മിഴിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് വിഷയത്തെ വിടുവാൻ സാധിക്കൂ. അതിന് ദൃശ്യത്തെ വിശകലനം ചെയ്തറിയണം. ഏത് വസ്തുവിലും സൗന്ദര്യത്തിന്റെ ഘടകം എന്താണെന്ന് അറിയണം. അപ്പൊ സ്ത്രീയും പുരുഷനും പരസ്പരം ആകർഷിക്കപ്പെടുകയാണ്. ഇവരിലെ സൗന്ദര്യത്തിന്റെ രഹസ്യം വാസ്തവത്തിൽ എന്താണ്? എന്തായാലും ഏത് സൗന്ദര്യത്തിന്റെ രഹസ്യം അതിനെ അതാക്കി നിർത്തിയിരിക്കുന്ന ആ ചൈതന്യത്തിൻ്റെതാണ്, ഈശ്വരന്റേതാണ്. സ്ത്രീയിലെയും പുരുഷനിലെയും സൗന്ദര്യത്തിന്റെ രഹസ്യമായിരിക്കുന്നത് ഈശ്വരനാണെന്നുള്ള ബോധം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ചൈതന്യമുള്ളത് കൊണ്ടാണ് എന്തും ആകർഷിക്കപ്പെടുന്നത്. ഇത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ അതല്ലേ നമ്മളെ സ്ത്രീയെ ശക്തിയായിട്ട്, ആണിനെ പുരുഷനായിട്ട്, അതായത് സ്ത്രീയെ പ്രകൃതിയായിട്ടും പുരുഷനെ ആത്മാവായിട്ടും ചൈതന്യമായിട്ടും കാണാൻ പറയുന്നത് എന്താണ്? അപ്പോൾ നമുക്ക് ആത്മാവിനെ അറിയുകയും അതുപോലെ ലൗകിക വിഷയങ്ങളിൽ വിരക്തി വരികയും ചെയ്യും യഥാർത്ഥമായിട്ട് ജീവിച്ചാൽ. അങ്ങനെ നമുക്ക് അതിന് കഴിയില്ലെങ്കിലാണ് ഇവിടെ പറയുന്നു എന്താണ്? അതായത് ഇതിനെ ജഡമായിട്ട് കാണാൻ കഴിയണം, സ്ത്രീയെയും പുരുഷനെയും, അതായത് ശവമായിട്ട്. കാരണം സ്ത്രീ പുരുഷനിലെ തോലെടുത്ത് ഒരു ഭാഗത്ത് വെക്കുക, ഇതുപോലെ അവയിൽ ഓരോ ഘടകത്തെയും എടുത്ത് വേറെ വേറെ വെക്കുക. അപ്പൊ എന്താണ്? തൊലി, രക്തം, മാംസം, മേധസ്, അസ്ഥി, മജ്ജ, ശുക്ലം, രേതസ് തുടങ്ങിയ നാറുന്ന ഘടകങ്ങളെ കൊണ്ട് നിർമ്മിതമായ ശരീരം. ആ ശരീരം തൊട്ടാൽ കുളിക്കേണ്ടതാണ്. ഈ തൊട്ടാൽ കുളിക്കേണ്ട ശരീരത്തോട് അടുപ്പം തോന്നുന്നത് അതിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. ആ ഈശ്വരൻ മാറിയാൽ ഇത് ശവമാണ്. ഈ ശവത്തിൽ എവിടെയാണ് സൗന്ദര്യം? ഇതിലെവിടെയാണ് ആകർഷണം? അനിത്യമായതിനെ നിത്യമായി അറിയുന്നു, അശുചിയായതിനെ ശുചിയായി കാണുന്നു, ദുഃഖം തരുന്നതിനെ സുഖമുള്ളതായിട്ട് കാണുന്നു. ഇതാണ് അവിദ്യ. അതുകൊണ്ട് ശരീരം തുടങ്ങി കാണപ്പെടുന്നത് എന്തും അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾ എപ്പോഴും ഓർക്കണം. എന്നാൽ ഇവയെ നിത്യമായിട്ടെന്ന പോലെ മനസ്സിലാക്കുന്നു. നമ്മുടെ നവദ്വാരങ്ങളിലൂടെയും ദുർഗന്ധം വമിക്കുന്ന, അഴുക്ക് പുറപ്പെടുവിക്കുന്ന അശുചിയായ ശരീരത്തെ അപ്പോൾ നമ്മൾ ശുചിയായിട്ട് കാണുകയാണ്. തൊട്ടാൽ കുളിക്കേണ്ടത് ശരീരത്തെ. ഇതിനെ എന്തെല്ലാം കൊണ്ടാണ് ശുചിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്? എങ്ങനെ ശുചിയാക്കാലും
ശുചിയാകാത്തതാണ് ശരീരം. ശീലതേ ഇത് ശരീരം, ജീർണിക്കുന്നതാണ് ശരീരം. ഇത് സർവ്വരോഗങ്ങളുടെയും ഇരിപ്പിടമാണ്. ഇതിനെയാണ് സുഖം തരുന്നതായിട്ട് കാണുന്നത്. ഇത്തരം ജഡപദാർത്ഥങ്ങളിലാണ് അന്ധനായ മനുഷ്യൻ ആസക്തി പുലർത്തുന്നത്. കുറച്ചൊന്ന് വിചാരം ചെയ്തു നോക്കിയാൽ ഈ ഭ്രമത്തിൽ നിന്നും നമുക്ക് മോചനം നേടാം. ദൃശ്യത്തിൽ ചൈതന്യത്തെ ദർശിക്കുവാൻ കഴിയുന്നവനാണ് യോഗി. ദൃശ്യത്തിൽ കാണുന്നതിനെ കാണുമ്പോൾ അവൻ ഭോഗിയായിട്ട് തീരുന്നു. അപ്പൊ ഇവിടെ എന്താണ്? കർമ്മമില്ലാതെ യോഗമില്ല. യോഗാവസ്ഥയിൽ എത്തുവാൻ കർമ്മം ആവശ്യമാണ്. ശരീരം ഈശ്വരനോടടുക്കുമ്പോൾ യോഗം, അതാണ് കർമ്മയോഗം. ശരീരം ജഡവുമായി അടുക്കുമ്പോൾ ഭോഗം. അപ്പൊ ഭഗവാനോട് ചേർന്നിരിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഉപാസന. പ്രേമം അത് ഭഗവാനോടാകുമ്പോൾ ഭക്തിയോഗമായി. പ്രേമം അത് വിഷയത്തോടാകുമ്പോൾ കാമമായി. മനസ്സ് ഈശ്വരനിലേക്ക് ഒഴുകുമ്പോൾ അത് ഭക്തിയായി. മനസ്സ് വിഷയത്തിലേക്ക് ഒഴുകുമ്പോൾ അത് കാമമായി. ഈശ്വരനിലേക്കുള്ള അടുപ്പം വർദ്ധിക്കും തോറും ഉപാസന ശരിയായിട്ട് വരും. ഓ ദൃശ്യത്തിൽ ചൈതന്യത്തെ ദർശിക്കുന്ന ജ്ഞാനയോഗം. അപ്പൊ ദൃശ്യത്തിൽ ദൃശ്യത്തെ കാണുന്നത് അജ്ഞാനം. ഓ ബുദ്ധി ഭഗവാനിൽ ഉറയ്ക്കുന്നത് ജ്ഞാനം, ബുദ്ധി ജഡത്തിൽ ഉറയ്ക്കുന്നത് അജ്ഞാനം. സർവ്വതിലും സർവേശ്വരനെ കാണുമ്പോൾ യോഗി, സർവ്വതിലും കാണുന്നതിനെ കാണുമ്പോൾ ഭോഗി. ഇങ്ങനെ സംഭവങ്ങളെ വിശകലനം ചെയ്തു വരുമ്പോൾ ലോകപദാർത്ഥങ്ങളിൽ വൈരാഗ്യം വരും. വൈരാഗ്യം ഉറയ്ക്കുന്നതനുസരിച്ച് വിചാരമാർഗത്തിന് അധികാരിയാകും. അങ്ങനെ വിചാരമാർഗത്തിലൂടെ ജ്ഞാനമുറയ്ക്കും. ലോകപദാർത്ഥങ്ങളിലെ നിത്യാത്വം അങ്ങനെ അത് ബോധിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ത്രിഷുധാമസ്സു യദ്ഭോഗ്യം ഭോക്താ ഭോഗച്ചയത് ഭവേത് തേഭ്യോ വിലക്ഷണ സാക്ഷി ചിന്മാത്രോഹം സദാശിവഃ. ഈ വാനപ്രസ്ഥാശ്രമത്തില് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഇത് പണ്ട് 10-15 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എഴുതി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന ആ ലേഖനം പൂർണ്ണമാകുന്ന സമയത്ത് ആ വാനപ്രസ്ഥാശ്രമത്തിന്റെ ധർമ്മമായിട്ട് എഴുതുവാൻ വേണ്ടി വെച്ചതാണ്. ഈ ഭാഗവത ധ്യാനം പറയുന്ന സാഹചര്യത്തില് ഞാനതൊന്ന് പറഞ്ഞതാണ് അന്നത്തെ ആ ഒരു ഓർമ്മയോടുകൂടി. അപ്പൊ അതിപ്പോ ഇവിടെ പ്രസക്തിയുണ്ടോ അപ്രസക്തമാണോ എന്നൊന്നും ചിന്തിക്കണ്ട. ഇനിയിപ്പോ ഒരു ചെറിയൊരു സമയം കൊണ്ട് ഈ കാലികമായിരിക്കുന്ന വാനപ്രസ്ഥത്തെ കുറിച്ച് ഒന്നുകൂടി ഞാനിവിടെ പറഞ്ഞ് ഇതിവിടെ നിർത്തും. അതായത് എന്താണ് വാനപ്രസ്ഥം? ഉപാസന ഇവിടെ ലൗകിക ചിന്ത അലൗകിക ചിന്തയിലേക്ക് ഉയർത്തുവാൻ ഏകാന്തമായിട്ട് ദൈവത്തെ ധ്യാനിക്കുന്നതാണ് നമ്മുടെ വാനപ്രസ്ഥാശ്രമത്തിലെ പ്രധാന ജീവിത രീതി. അപ്പൊ നമ്മുടെ പണ്ട് രാജാക്കന്മാര് രാജ്യഭരണം ഇവയെ അടിസ്ഥാനമാക്കിയിട്ടായിരുന്നു നിയമങ്ങള്. ഇപ്പൊ ഞാനിവിടെ മുമ്പേ ഈ എഴുതി വെച്ച ഈ വിഷയത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇപ്പൊ വാസ്തവത്തിൽ എന്താണ്? ഇത് പണ്ട് രാജാക്കന്മാര് അടിമകളും ഉടമകളുമായിട്ട് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ നിയമങ്ങളാണ്. എന്തായാലും അന്ന് കുടുംബകാര്യങ്ങളെല്ലാം മക്കളെ ഏൽപ്പിച്ച് കാട്ടിൽ പോയി തപസ് അനുഷ്ഠിച്ചിരുന്നു പണ്ട്. ഇന്ന് ജന്തുക്കൾക്ക് കൂടി താമസിക്കുവാൻ കാടില്ലാതെയായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോഴോ ഉള്ള കാട്ടിലാണെങ്കിലോ അവിടെ റിസോർട്ടുകളും ആരാധനാലയങ്ങളുമാണ്. അതുകൊണ്ട് ഇന്ന് വീട്ടിലിരുന്നു കൊണ്ടും അല്ലെങ്കിൽ ആശ്രമത്തിലിരുന്നു കൊണ്ടും, നമ്മുടെ ത്രിപുരാശ്രമം അതുപോലെയുള്ള ഒത്തിരി ആശ്രമങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ആശ്രമ കേന്ദ്രങ്ങളിൽ പോയിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം വീടുകളിൽ ഇരുന്നിട്ടും വാനപ്രസ്ഥാശ്രമം നിങ്ങൾക്ക് ആചരിക്കാം. ഒരു പ്രായം കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളൊക്കെ വളർന്നു വലുതായി ജോലിയായി, അച്ഛനമ്മമാര് റിട്ടയർ ചെയ്തു. അപ്പൊ ഉത്തരവാദിത്തം കുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്ത് സമൂഹ സേവനമോ ആശ്രമ ജീവിതമോ ചെയ്തുകൊണ്ടും ഇന്നത്തെ കാലത്തെ ആശ്രമ ജീവിതം വാനപ്രസ്ഥാശ്രമ ജീവിതം നിങ്ങൾ നിർബന്ധമായിട്ടും ആചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാനപ്രസ്ഥാശ്രമത്തിലെ ധർമ്മമാചാരം ഞാൻ ഇവിടെ പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് സന്യാസാശ്രമത്തിലെ നിഷ്ഠയെക്കുറിച്ചും അതിന്റെ ആ രീതി കാലികമായ രീതിയിലൊന്ന് ചിന്തിക്കുവാനായിട്ട് ആരംഭിക്കാം. അതിനെയാണ് നമ്മൾ ഈ ഭാഗവത് ധ്യാനത്തിൽ എന്താണ് സന്യാസം, എന്തിനെയാണ് സന്യാസം, എങ്ങനെയാണ് സന്യാസം, ആ പൂർവികന്മാര് പറഞ്ഞിരിക്കുന്ന ആ സന്യാസം ഇന്നത്തെ കാലഘട്ടത്തിൽ നാളെ ഭാവിയിലും നമുക്ക് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്ക് ആലോചിക്കാം.